ജാഫേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം. ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് ഇന്ന് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത്. യമനിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ടാണ് കാന്തപുരം ശ്രദ്ധേയനായത്. രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്ന യമനിൽ നിമിഷപ്രിയ കൊല ചെയ്തെന്ന് പറയപ്പെടുന്ന തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ ഇന്നേ വരെ കഴിഞ്ഞിരുന്നില്ല. കോടതി വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി 3 നിയമങ്ങളെ നടപ്പിലാക്കാൻ കഴിയൂ. അത് ഒന്നുകിൽ നിമിഷപ്രിയയെ വധിക്കണം, അല്ലെങ്കിൽ നിമിഷപ്രിയക്ക് തലാലിന്റെ കുടുംബം മാപ്പ് നൽകണം നിരുപാധികം, അതുമല്ലെങ്കിൽ ബ്ലഡ് മണി ദിയ വാങ്ങി തലാലിന്റെ കുടുംബത്തിന് നിമിഷപ്രിയയെ മോചിപ്പിക്കാം. ഇത് മൂന്നും സാധിക്കണമെങ്കിൽ അവരുടെ കുടുംബവുമായി ബന്ധപ്പെടണം. പക്ഷേ അതിന് സാധിച്ചിരുന്നില്ല. എന്നാൽ കാന്തപുരവുമായുള്ള യമനിലെ പ്രസിദ്ധനായ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദുമായുള്ള ബന്ധം അതിനായി ഉപയോഗിച്ചിരിക്കുകയാണ്. ഷെയ്ഖ് ഹബീബ് അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലി മഷൂറുമായി ബന്ധപ്പെട്ട് ഒരു ദൗത്യ സംഘം തലാലിന്റെ കുടുംബവുമായി സംസാരിക്കുകയുണ്ടായി. ഏതായാലും വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി എന്ത് എന്നുള്ളത് തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. അവർ മാപ്പ് നൽകിയാൽ നിമിഷപ്രിയ തിരിച്ചു വരും. യഥാർത്ഥത്തിൽ യമനി പൗരനെ കൊല ചെയ്തു എന്നതാണ് നിമിഷപ്രിയക്ക് എതിരായുള്ള കുറ്റം. അതുകൊണ്ടാണ് വധശിക്ഷ വിധിക്കപ്പെട്ടത്. തങ്ങളുടെ സഹോദരനെ ഒരു വിദേശ വനിത കൊല ചെയ്തു എന്നത് വളരെ വൈകാരികമായാണ് യമനി കുടുംബം കാണുന്നത്. അതുകൊണ്ട് ആ കുടുംബവുമായി സംസാരിച്ച് അവർ നിമിഷപ്രിയക്ക് മാപ്പ് കൊടുത്തേ മതിയാകൂ. അതിനുള്ള ശ്രമങ്ങളാണ് നാം കേരളീയർ, ഇന്ത്യൻ ജനത ഒന്നാകെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിഭാഗീയതയും മതാന്ധതയും നമ്മുടെ നാടിനെ ശിഥിലമാക്കുമ്പോൾ കേരളം മതേതര മനസ്സിനൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ ഇടപെടൽ. തീർച്ചയായും നിമിഷപ്രിയ ജയിൽ മോചിതമാകും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി.